പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തിൻ്റെ നാഥയായ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. പ്രായം കടന്നു പോയിട്ടും വിവാഹം നടക്കാത്തവർ, ഉറപ്പിച്ച ആലോചനകൾ അവസാന നിമിഷം മുടങ്ങിപ്പോകുന്നവർ, വിവാഹ തടസ്സം നേരിടുന്നവർ, ഇവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട പങ്കാളി സമാഗതനാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യൗസേ പിതാവിനെ മറിയത്തിന് പങ്കാളിയായി നൽകിയ ദൈവത്തിൻ്റെ പരിപാലനെ നമുക്ക് ധ്യാനിക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്നൊരിണയെ ഞാൻ നൽകും എന്നരുളി ചെയ്ത ദൈവം നമ്മുടെ മക്കൾക്കായി ഒരു പങ്കാളിയെ കാത്തുവച്ചിട്ടുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിച്ച് സന്തോഷം നൽകിയ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നീക്കാൻ ഈശോയോട് മാധ്യസ്ഥം വഹിക്കും. കൃപാസനം രാജ്ഞി, സഹായനാഥേ, വിവാഹം വൈകുന്നത് മൂലം മനസ്സ് തളർന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. അസൂയക്കാരുടെ വാക്കുകൾ കൊണ്ടോ മുൻപുണ്ടായ ശാപങ്ങൾ കൊണ്ടോ വിവാഹം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ആലോചനകൾ വരുമ്പോൾ അത് മുടങ്ങാൻ കാരണമാകുന്ന അദൃശ്യമായ തടസ്സങ്ങൾ നീക്കിത്തരണമേ. മക്കളുടെ കുറവുകൾ നോക്കാതെ അവരെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ ഒരുക്കിത്തരണമേ. അമ്മേ, ദൈവഭയമുള്ള സ്വഭാവ ഗുണമുള്ള മക്കളെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ നൽകണമേ. സാമ്പത്തികമോ മറ്റോ ആയ തടസ്സങ്ങൾ വിവാഹത്തിന് തടസ്സമാകാതെ കാക്കണമേ. പരസ്പരം കണ്ടുമുട്ടേണ്ട സമയം അടുത്തെത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനസ്സിൽ ചേർന്ന ആലോചനകൾ വരാനും സംസാരിക്കുമ്പോൾ ഐക്യമുണ്ടാകാനും സഹായിക്കണമേ. ചതിക്കുഴികളിൽ നിന്നും തെറ്റായ ബന്ധങ്ങളിൽ നിന്നും മക്കളെ സംരക്ഷിക്കണമേ. മക്കളുടെ വിവാഹം വഴി രണ്ട് കുടുംബങ്ങളിൽ സന്തോഷം നിറയട്ടെ. അമ്മേ, വിവാഹം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തുറന്നു കൊടുക്കണമേ. ഈ വർഷം തന്നെ വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ കൃപ നൽകണമേ. മാതാപിതാക്കളുടെ ആദി മാറ്റണമേ. ദൈവം യോജിപ്പിക്കുന്നത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന വചനം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. വിവാഹത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അത്ഭുതകരമായി ഒരുക്കിത്തരണമേ. അമ്മയുടെ മാധ്യസ്ഥത്താൽ മക്കളുടെ വിവാഹം ഉടൻ നടക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശയോടെ ഏറ്റുപറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ പരിപാലനയും നിങ്ങളുടെ മക്കളിൽ എന്നും ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.